എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അത് എപ്പോഴും ലൈക്കിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയണേ. കാരണം ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ പറയണേ. അപ്പൊ ചിലർക്കെല്ലാം ഒരു സംശയം ഉണ്ടായിരിക്കും, എപ്പോഴും എന്തിനാ ഇങ്ങനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയണേ എന്തിനാന്ന്. അപ്പൊ ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരുടെ കേട്ടോ. അല്ലാത്ത ആൾക്കാർ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ആർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീഹരി ആണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. ശ്രീഹരിനെ മിത്രനും ഉണ്ണിക്കുട്ടനും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ കാരണമാണ്, നിനക്കൊരു പക്ഷേങ്കിൽ അച്ചുവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ നീ പകരം എന്താ ചെയ്തേ? അവളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്തേ. ഒരുപക്ഷെ നീ അവൾക്കൊരു താങ്ങായി നിൽക്കുമായിരുന്നെങ്കിൽ അവള് ഇപ്പൊ കാണാതെ പോവില്ലായിരുന്നു. അവള് ചിലപ്പോ എങ്ങോട്ടേലും ഒളിച്ചോടി പോയതായിരിക്കും. ഈ കല്യാണത്തിന് സമ്മതം അല്ലാത്തോണ്ടെന്നൊക്കെ പറയണം. ശ്രീഹരിക്ക് വല്ലാത്ത വിഷമായി. എന്റെ ഭഗവാനെ, അങ്ങനെയൊന്നും ആയിരിക്കില്ലേ എന്ന് കരുതിയിട്ട് ശ്രീഹരി നേരെ എന്ത് ചെയ്യണം, ക്ഷേത്രത്തിലേക്ക് പോവാണ്. കാരണം ക്ഷേത്രത്തിന്റെ അവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത്. പിന്നീട് ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ അച്ഛനെ തിരികെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. അവൾക്കൊരു ആപത്തും വരില്ല. ഇനി ഒരു പക്ഷേങ്കിൽ ഇത് വേറെ ആരുടെയും കളിയാണോന്നും പറയാൻ പറ്റില്ല. അച്ഛനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ ഇന്ദ്രനും കൂട്ടരുവോ, അല്ലെങ്കിൽ ഇനിയിപ്പോ നിഖിലിന്റെ പണിയാണോ? ഒന്നും അറിയത്തില്ല. നിഖിലിനെ അങ്ങോട്ട് കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിച്ചുകൂടാ. അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാണ്. ഇന്ദ്രനും അവനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. അത് മുമ്പേ താൻ കണ്ടതുമാണ്. അതൊക്കെ ഓർത്തപ്പം വല്ലാത്തൊരു വിഷമമുണ്ട്. അങ്ങനെ ശ്രീഹരി പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സേതുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറയാണ്. ഇത് കേട്ടത് ഉണ്ണിക്കൂട്ടം പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. പിന്നീട് അവര് സേതുവിനെ വിളിക്കുന്നുണ്ട്. ആ സമയം സേതുവും പല്ലവിയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അച്ഛനെ കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ സേതു പറഞ്ഞില്ല, ഒരു വിവരം കിട്ടിയിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് പറയണം. പിന്നീട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്രം പറഞ്ഞു, എനിക്ക് ബലമായിട്ടൊരു സംശയം, ഇനി ആ ഇന്ദ്രൻ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോന്നാ. ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു, എന്റെ മനസ്സിലും അങ്ങനെ ഒരു സംശയമുണ്ട് മിത്രേട്ടാ, പറയാൻ പറ്റില്ല. അവന് എന്തും ചെയ്യുന്നതിന് ഫ്രോഡാന്ന് പറയണം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടേതായ വഴികളിലും കൂടെ ഒന്ന് അന്വേഷിക്കാന്ന് പറയാം. പിന്നീട് അവരും അച്ഛനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ഈ സമയം വല്ലാത്ത ടെൻഷനിലാണ് പല്ലവിയും സേതുവും കൂടെ പോകുന്നത്. അപ്പൊ പോകുന്ന വഴികളിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്തും ഇല്ല. ആദ്യം ഒരു നേരെ ബ്യൂട്ടി പാർലറിലേക്കാണ് ചെല്ലുന്നത്. ബ്യൂട്ടി പാർലർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറെ സമയമായി പോയിട്ടെന്നൊക്കെ പറയണം. അപ്പൊ ഇനി എവിടെ പോയി അന്വേഷിക്കും, എങ്ങോട്ട് പോയി അന്വേഷിക്കും അറിയത്തില്ലാത്തൊരവസ്ഥ. അവസാനം പല്ലവി പറഞ്ഞു, ഇനി നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിട്ട് കാര്യമില്ല, നമുക്ക് പോലീസ് വിവരം അറിയിച്ചാലോ എന്ന് ചോദിക്കാം. പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പട പ്രശ്നത്തിലെ പോലീസൊക്കെ അറിഞ്ഞ് ഇനിയിപ്പം അച്ഛൻ്റെ വിവാഹം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഭാവിയാണ്. സേതുട്ടാ, ഈ വിവാഹം മുടങ്ങാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? അത് ശരി തന്നെയാ. പക്ഷേങ്കിൽ അതല്ലല്ലോ, അച്ഛന് എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ പല്ലവി, അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിടിപ്പുകേടല്ലേ. ആരെങ്കിലും ബ്യൂട്ടി പാർലറിലേക്ക് അവളുടെ ഒപ്പം പോകേണ്ടതായിരുന്നു. പക്ഷെ ഇത്രയ്ക്കൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. പിന്നീട് അവരിങ്ങോട്ട് ഇറങ്ങണ സമയത്താണ് പെട്ടെന്ന് പല്ലവിയുടെ ഫോണിലേക്ക് ഇന്ദ്രന്റെ കോൾ വരുന്നേ. നോക്കിക്കഴിഞ്ഞപ്പോ ഇന്ദ്രനെ വിളിക്കുന്നത്. കാരണം മുമ്പ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എൻഗേജിലായിരുന്നു. പിന്നീട് ഇന്ദ്രൻ വിളിക്കുവാണ്. ഈ സമയം പല്ലവി പറഞ്ഞു, ഇന്ദ്രനെ വിളിക്കണമെന്ന് പറയാം, നീ കോൾ അറ്റൻഡ് ചെയ്യാൻ പറയണ. അങ്ങനെ പല്ലവി കോൾ എടുത്തു. പിന്നീട് എന്തൊക്കെയുണ്ട് പല്ലവിമാരുടെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുക. ഈ സംസാരം കേട്ടപ്പോൾ തന്നെ പല്ലവിക്ക് തോന്നി, അയാളൊന്നും അറിഞ്ഞ മട്ടില്ലല്ലോ. എന്തോ ആ സംസാരത്തിൽ നിന്നൊന്നും വ്യക്തമാകുന്നില്ല. എന്ത് പറ്റി എന്നെ വിളിക്കാന്ന് വെച്ചേ? പെട്ടെന്ന് തന്നെ സേതു ആ ഫോണും കൂടെ വാങ്ങണം. സേതു പറഞ്ഞു, നിനക്ക് എന്താടാ വേണ്ടേന്ന് ചോദിക്കാം. എനിക്ക് വേണ്ടതോ? എനിക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ നിനക്കറിയാവുന്ന കാര്യമല്ലേ. നിന്റെ കൂടെയുള്ള എന്റെ ഭാര്യേനെ എനിക്ക് വേണ്ടേ. അവളെ തരാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കടാ. എടാന്ന് വിളിച്ചു കഴിയുമ്പത്തേനും നീ കിടന്ന് ദേഷ്യപ്പെടണ്ട, അവളെ തരാൻ പറ്റുമോ? ഇനിയിപ്പം നിനക്ക് തരാൻ സമ്മതമാണെങ്കിലും അവള് സമ്മതിക്കില്ലായിരിക്കും അല്ലേ എന്നു ചോദിക്കണം. എടാ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. പിന്നീട് സേതു പറഞ്ഞു, മര്യാദയ്ക്ക് നീ അച്ഛനെ വിട്ടു തരാൻ നിനക്ക് നല്ലതെന്ന് പറയാ. അച്ഛനെയോ? എടാ, ഞാനെന്താ അച്ഛനെ അടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കാം. നീ അനാവശ്യം പറയണ്ട ഇന്ദ്ര. ആരോടാ നീ കളിക്കണമെന്നറിയാവോ? പിന്നെ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. അല്ല, എന്ത് പറ്റി കല്യാണപ്പെണ്ണിനെ കാണാതെ പോയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും സേതുവിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പേ. എടാ, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവള് മിക്കവാറും ആരുടെയും കൂടെ ഒളിച്ചോടി പോയി കാണുമായിരിക്കും. നീ ആ വകുപ്പിച്ചെന്ന് അന്വേഷിക്കുക. അല്ലേലും നല്ല കാര്യമായിപ്പേ. ഈ കല്യാണം ഒന്ന് മുടങ്ങി കാണാനായിട്ട് ഞാൻ കുറെ ആഗ്രഹിച്ചായിരുന്നു. അപ്പൊ എന്താണെങ്കിലും എന്റെ ആഗ്രഹം സാധിച്ചെന്ന് പറയണം. ഇത് കേട്ടത് പല്ലവി പെട്ടെന്ന് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, ഇന്ദ്ര, നീ ആരോടാ കളിക്കണമെന്നറിയാവോ? കളിക്കണ ആരോടാന്ന് നന്നായിട്ട് അറിയാടി. പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യാം, അവളെ നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരാൻ പറയണം. ഇന്ദ്രൻ വെറുതെ നമ്പർ ഇട്ട് നോക്കിയതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, എടാ,
വെച്ചിട്ട് പോടാന്ന് പറഞ്ഞ് പല്ലവി കിടന്ന് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തു. പിന്നീട് പല്ലവി സേതുവിനോട് പറഞ്ഞു, അവന്റെ സംസാരം കേട്ടിട്ട് അവന്റെ അരിയിൽ ഉണ്ടായിട്ട് തോന്നില്ല എന്ന് പറയാം. ഇനിയിപ്പം അവനെങ്ങാനും മറച്ചു വെക്കുന്നതാണോ, അവന്റെ അടിയിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവൻ എന്തേലുമൊക്കെ പറഞ്ഞ് നമ്പർ എടുത്ത് പറഞ്ഞ് എന്തേലും വില പേശണ്ടല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അവൻ പറഞ്ഞിട്ടില്ലോ. അതിനർത്ഥം എന്താ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ പല്ലവി എന്ന് പറയാം. അത് ശരിയാ. ഇനിയിപ്പം അച്ഛന് ഇനിയിപ്പോ വല്ല പ്രണയബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ടത് സേതു പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആരോടെങ്കിലും പറയണ്ടല്ലേ. അവൾ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ലെന്ന് പറയാണ്. ആ സമയം ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് പൂർണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാരും വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം മുഹൂർത്തത്തിന് കുറെ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും പ്രതാപം വന്നിട്ട് ചോദിച്ചു, എന്തായി ചേച്ചി കാര്യങ്ങളൊക്കെ? അച്ചു ഇത്രയായിട്ടും വന്നിട്ടില്ലോ, ഇത് എവിടെയാന്ന് ചോദിക്കണം. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക പ്രതാപ, ഇതുവരെയായിട്ടും കണ്ടില്ലെന്ന് പറയണം. ഈ സമയം പ്രതാപം പറഞ്ഞതേ, ഇനിയിപ്പോ എത്ര സമയം അവരെ ഇങ്ങനെ നമുക്ക് ഓരോന്ന് പറഞ്ഞ് മാറ്റിയെടുത്താൻ പറ്റും? കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അവരൊന്ന് ചോദിക്കാൻ തുടങ്ങും പെണ്ണെന്തിയെന്ന്. കാരണം മുഹൂർത്തം അടുത്ത് വരുമ്പോഴത്തേനും പെണ്ണിനെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങും. കുറച്ച് സമയമൊക്കെ ബ്യൂട്ടി പാർലറാന്ന് പറഞ്ഞു നിർത്തി നമുക്ക് സാധിക്കും. അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പൂട്ടോ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. പൂർണ്ണ പറഞ്ഞു, ഇപ്പൊ തന്നെ വരും. സേതുവും പല്ലവിയൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടെന്ന് പറയാം. എന്റെ ചേച്ചി അല്ലാതെ ഇങ്ങനെ മണ്ടത്തരമൊക്കെ കാണിക്കുള്ളൂ. ഒന്നുമല്ലല്ലോ, ആ സേതുമാധവനെ കല്യാണക്കാരെ ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതല്ലേ. അവനാണെങ്കിൽ അവന്റെ കൂടെ നടക്കുന്നവന്റെ കാമുകിനെ പോലും അവന് നേരമണ്ണം നോക്കാൻ സമയമില്ല. പിന്നെയാണ് അച്ഛനെ ശ്രദ്ധിക്കാനായിട്ട് അവന് സമയം എന്ന് പറയാം. ഈ സമയം പ്രതാപനോട് പൂർണ്ണിമ പറഞ്ഞു, എന്റെ പ്രതാപ, നീ ഇവിടെ ദൈവത്തെ ഓർത്ത് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കല്ല. നീ അങ്ങോട്ട് ചെല്ല്. ഇങ്ങനെ മാറി എന്ന് സംസാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും സംശയം തോന്നിയാലെന്ന് പറയണം. പിന്നീട് പൂർണ്ണിമയോട് ഹൃദയ വെച്ചു, എന്താ ചെയ്യുന്നമ്മേന്ന് ചോദിക്കണം. എനിക്കറിയില്ല, ഞാൻ സേതുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമ സേതുവിനെ വിളിക്കുകയാണ്. ഈ സമയം പല്ലവിയും സേതുവും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സേതു പറഞ്ഞേ, പൂർണ്ണാമ്മ വിളിക്കുന്നുണ്ട്, എന്താ മറുപടി പറയേണ്ടതെന്ന് ചോദിക്കും. സേതുവായിട്ട് കോൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാവും എന്ന് പറയണം. അവസാനം സേതു കോൾ എടുക്കുവാണ്. കോൾ എടുത്ത് കഴിഞ്ഞാൽ പൂർണ്ണിമ വെച്ചു, എന്തായി മോനെ കാര്യങ്ങൾ? അച്ഛനെ കണ്ടെത്തിയോ, അച്ഛനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. വല്ലാത്ത ടെൻഷനായിരുന്നു. അത് പിന്നെ അമ്മ ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുവരെയായിട്ട് അച്ഛനെ കിട്ടിയില്ല. അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പം കിട്ടുന്നില്ല എന്ന് പറയാണ്. പരിധിക്ക് പുറത്താ പറയണെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറയാം, കല്യാണം എങ്ങാനും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവത്തില്ല. അച്ഛൻ്റെ രണ്ടാമത്തെ വിവാഹമാണ് ഉറപ്പിക്കുന്നത്. ഈ വിവാഹമെങ്കിലും നടക്കണമെന്ന് പറയണം. പൂർണ്ണമ്മ സങ്കടപ്പെടാതിരിക്കുക. ഉറപ്പായിട്ടും ഞങ്ങൾ അച്ഛനെയും കൂടെ അങ്ങോട്ടേക്ക് തിരികെ വരുള്ളൂ. അതോർത്ത് ഒരു ടെൻഷനും വേണ്ടാന്ന് പറയണം. പിന്നീട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി ചേച്ചി എന്താ പറഞ്ഞെന്ന് ചോദിക്കണം. ഇതുവരെയാണ് കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ്. അല്ലേലും അവരങ്ങനെയൊക്കെ അല്ലേ പറയുള്ളൂ. അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുക, അച്ഛനൊന്നും സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു കാര്യമായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കില് പൂർണ്ണമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? പൂർണ്ണമ്മയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കുറെ സമയം കൂടെ കഴിഞ്ഞു. കുറെ സമയം കഴിഞ്ഞിട്ടും കാണുന്നില്ല. അവസാനം വന്നപ്പോഴത്തേനും ചെറുക്കനെ മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തേണ്ട സമയമായി. അങ്ങനെ വരം കയറി അവിടെ ഇരിക്കുക. വരം കയറി ഇരുന്നിട്ടും വധുവിനെ കണ്ടില്ല. ആകെപ്പാട് ടെൻഷൻ അടിച്ച് ബാക്കി എല്ലാവരും ഇരിക്കുവാണ്. ഈ സമയത്ത് അച്ചുവാണെ കാറിനകത്ത് കിടന്ന് അലറി നിലവിളിക്കുക, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണോന്ന് കരുതിയിട്ട്. പക്ഷെ ആര് രക്ഷിക്കാനാ? ഒരു വലിയ പാലത്തിന്റെ അടിയിലാ കൊണ്ട് വണ്ടി ഇട്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ അച്ചു കിടന്ന് കരഞ്ഞിട്ടും ആരും കേൾക്കുന്ന പോലുമില്ല. ഡ്രൈവർ എന്ത് ചെയ്യാണ്? പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവൻ ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട്. ഈ സമയം അച്ചുവിന്റെ മനസ്സിൽ കൂടെ പല ചിന്തകളും കടന്നു പോവാ. ഒന്നാമത്തെ കാര്യം, അമ്മയ്ക്ക് അറ്റാക്കൊക്കെ വന്നാ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള തന്നെ കാണുന്നില്ലെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? വല്ലാത്തൊരവസ്ഥയായിപ്പോയി അച്ഛന്. ആരെങ്കിലും ഇങ്ങ് വന്നായിരുന്നെങ്കിൽ തന്നെ ഒന്ന് രക്ഷിച്ചുകൊണ്ട് പോയായിരുന്നേ മതിയായിരുന്നു. തന്റെ വലിയേട്ടൻ ചിലപ്പോൾ വരുമായിരിക്കും. ആ ഒരു പ്രതീക്ഷ അച്ഛൻ്റെ മനസ്സിലുണ്ട്. ഇയാൾ എന്തിനാ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കെന്നും അറിയത്തില്ല. കാരണം ആരോ പറഞ്ഞ ആരുടെ നിർദ്ദേശപ്രകാരം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിക്കേണ്ടത് എത്തിക്കാന്ന് പറയുന്നത്. അതിനർത്ഥം 2 മണിക്കൂർ തന്നെ ഇവിടെ പിടിച്ചിട്ടാ മതി. മുഹൂർത്തം മുടങ്ങി കഴിയുമ്പോഴത്തേനും തന്നെ തിരികെ എത്തിക്കേണ്ടത് തന്നെ എത്തിക്കും. അതാണ് അയാളുടെ മനസ്സിലെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇയാൾ വേറെന്തോ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കാരണം ഇയാൾക്ക് ആരോ പണം കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ എത്തും പിടിയും കിട്ടിയില്ല. വേറെ ആരെയും കണ്ടില്ല. ഈ സമയത്ത് എന്ത് ചെയ്യാണ്? ഇന്ദ്രന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അച്ഛനെ കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് ആഹാ, അങ്ങനെയാണെങ്കിൽ നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നത്. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് ഇന്ദ്രൻ ആ കാഴ്ച കാണുന്നത്. അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കാറ് കിടക്കുന്ന കാണുവാണ്. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാറിനകത്ത് കിടന്ന് അച്ചു കിടന്ന് നിലവിളിക്കുന്ന കാഴ്ച കാണുന്നേ. എന്നെ ഇറക്കി വിടാനും പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവർ അതിന്റെ അവിടെ നിൽക്കുന്നുണ്ടോ. പെട്ടെന്ന് ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ്? ഇന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, ആ കീ ഇങ്ങോട്ട് തരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ കീ തരാനോ? തനിക്കോ? ഞാൻ എന്തിനാണോ തനിക്ക് കീ തരുന്നതെന്ന് ചെയ്യാം. മര്യാദയ്ക്ക് ഇങ്ങോട്ട് തരാനാ പറഞ്ഞെന്ന് പറയും. തന്നില്ല, താൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പോഴേക്കും ഇന്ദ്രൻ എന്ത് ചെയ്യണം? അവനിട്ട് അടിക്കുകയാണ്. പിന്നെ അവനെ അവിടെ ഇട്ട് അടിക്കുന്നുണ്ട്. അവസാനം ആ കീ അങ്ങോട്ട് മേടിച്ചു. അവൻ താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേനും കീ മേടിച്ചു. കീ മേടിച്ചിട്ട് ഡോറ് തുറന്നു.
ഡോറ് തുറന്ന് അച്ചുവിനെ പുറത്തേക്ക് ഇറക്കുവാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അച്ചുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. പിന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. ഒരു നിമിഷം അച്ചു പകച്ചുപോയി. അച്ചുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വേണം അവസ്ഥയായിപ്പോയി. ഇത്ര സമയം കാറിനുള്ളിലാണെങ്കിൽ ഇപ്പൊ ഇന്ദ്രന്റെ കൈകളിലേക്ക് പെട്ടിരിക്കുക. നീ ഇങ്ങോട്ട് വാടി, ഇനി നിന്നെ വെച്ച് ആര് കളി കളിക്കാൻ പോവാന്ന് പറയണേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അച്ചുവിനെ കൊണ്ട് കാറിലേക്ക് കയറ്റാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് കൃത്യ സമയത്ത് തന്നെ സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയോ അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഇന്ദ്രൻ അച്ഛൻ്റെ കയ്യും പിടിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സേതു പുറകെ പോയി അവനെ തൊഴിക്കുവാണ്. അവനെ തൊഴിച്ച് അവനെ താഴെ ഇടുവാണ്. താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കിടന്ന് പിന്നെ ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു സേതുവിന്റെ. അവസാനം പല്ലവി പോയി അച്ഛനെ പിടിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കണം. ഇല്ല എന്ന് പറയാണ്. ഈ സമയം ഇന്ദ്രനോട് പറഞ്ഞ് സത്യം പറയടാ, ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ആര് പറഞ്ഞിട്ട് ചെയ്തല്ല എന്നൊക്കെ ഇന്ദ്രൻ പറയുന്നുണ്ട്. പിന്നീട് ഇന്ദ്രൻ കുറെ കാര്യങ്ങളും കൂടെ സേതുവിനോട് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പക്ഷെ ഇന്ദ്രനെ വെറുതെ വിടാനായിട്ട് അവന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ദ്രനും നിഖിലും തമ്മിൽ ബന്ധമുണ്ട്. ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് സേതുവിന് അറിയുകയും ചെയ്യായിരുന്നു. അവസാനം ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഡ്രൈവറാണെങ്കിൽ ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ്. അങ്ങനെ അവസാനം അവളെയും കൊണ്ട് അച്ഛനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് വരുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. പക്ഷെ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിലെ കളികൾ ചെറിയ കളികളൊന്നുമല്ല. ഇന്ദ്രൻ മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള വേറെ പലരും ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഫുൾ വിശേഷം വരുമ്പോ അറിയാം ഇതിന്റെ പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. കാരണം സേതുവിന് സ്വത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നാടകമൊക്കെ അങ്ങനെ പൊളിച്ചടുക്കുവാണ്. അവസാനം അവളുടെ ഋതുവിന്റെ കാരണം തീർത്ത് സേതു ഒറ്റ ഒരെണ്ണം കൂടി പൊട്ടിക്കുന്നുണ്ട്. ഋതുവിന്റെ അഹങ്കാരത്തിന് നല്ല കനത്ത തിരിച്ചടി തന്നെ സേതു കൊടുക്കുന്നുണ്ടൊക്കെ. അതിന്റെ വിശേഷങ്ങൾ കൂടിയൊക്കെയാണ് നാളെ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേങ്കിൽ ഋതുവിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഋതു പറഞ്ഞിരിക്കുന്നത് അയാളോട്, ആ ഡ്രൈവറോട് അവിടെ കൊണ്ടെത്തി 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം അങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം മുഹൂർത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷെ എങ്കിൽ ഇന്ദ്രൻ അതിന്റെ ഇടയ്ക്ക് കയറി വരുമെന്ന് ഒരിക്കലും ഋതു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരിക്കില്ല. ഋതുവിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി കഴിയുമ്പോഴാണ് സേതു പോയി അച്ഛനെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, കല്യാണം മുടങ്ങി കഴിയുമ്പോഴത്തേനും ഈ ശ്രീഹരി ആയിരിക്കും താലി കെട്ടാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ പ്രമോ വിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെയാണ്. അപ്പൊ അതിന്റെ വിശേഷം നാളെയാണോ അടുത്ത ദിവസമാണോ എന്ന് അറിയത്തില്ല വരാനായിട്ട് പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.